കേരളത്തിലെ ജനങ്ങൾ ഉൾപ്പെടെ കാത്തിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് നടന്നിരിക്കുന്നത്. വഖഫ് ബില്ലിൻ്റെ JPC അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനിയുള്ള അതിൻ്റെ നീക്കങ്ങൾ? ഇനിയിപ്പോൾ അത് പാർലമെൻറ്റിലേക്ക്, ഇപ്പോൾ അത് ശരിക്കും JPCയുടെ അംഗീകാരം കിട്ടിയോടുകൂടി പാർലമെൻറ്റിൻ്റെ ഈ ഡിസ്കഷനിലേക്ക് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാനായിട്ടാണ് ഇനി ആ ബില്ല് വരേണ്ടത്. അത് ഇൻറ്റൻസ് സ്ക്രൂട്ടിനി എന്ന് പറയുന്നൊരു സംവിധാനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത പാർലമെൻറ്റ് സെഷനിൽ, ഈ 31-ാം തീയതി ആരംഭിക്കുന്ന പാർലമെൻറ്റ് സെഷനിൽ ഈ ബില്ല് കടന്നു വരും, ചർച്ചയ്ക്കായിട്ട് ബില്ല് അവതരിപ്പിക്കപ്പെടും. എന്തായാലും ഈ JPCയിലേക്ക് വന്ന വഖഫ് ബില്ല് JPCയിലേക്ക് വിടുകയായിരുന്നു. അത് 10-നെതിരെ 16 വോട്ടുകൾക്കാണ് ഈ പ്രതിപക്ഷം കൊണ്ടുവന്ന അമെൻമെൻറ്റുകൾ, ഭേദഗതികളെല്ലാം തള്ളിക്കൊണ്ട് JPC. എന്നാൽ അതേസമയം ഭരണപക്ഷത്തിൻ്റെ 14 ഭേദഗതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ല് പാർലമെൻറ്റിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതാണിത്. ഇന്നിപ്പോൾ ഒരല്പം മുമ്പാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അതിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധവും ഒക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ ജഗദാംബിക പാൽ അവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും നമ്മുടെ ഈ JPCയുടെ അധ്യക്ഷൻ ജഗദാംബിക പാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ ഈ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ പ്രതിഷേധങ്ങളെയും അവരുടെ ആരോപണങ്ങളെയും എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഈ ബില്ല് പാർലമെൻറ്റിലേക്ക് ശുപാർശ ചെയ്ത് കഴിഞ്ഞു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ 48 മണിക്കൂർ മുമ്പ് ഇവർക്ക് സമയം കൊടുത്തു. 48 മണിക്കൂറുണ്ട്, നിങ്ങൾക്ക് ബില്ലിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് രേഖാമൂലം 48 മണിക്കൂറിനുള്ളിൽ എഴുതി നൽകണം എന്ന് പറഞ്ഞാണ് ഇവർക്ക് സമയം അനുവദിച്ചത്. ഇവർ ആ സമയം കൊണ്ട് ഏതാണ്ട് 44 ഭേദഗതികൾ ഈ JPCയിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ ചേർത്തുകൊണ്ട് 44 ഭേദഗതികളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. അതിൽ 43 എണ്ണവും നമ്മുടെ അസാസുദ്ദീൻ ഒവൈസി എന്ന് പറയുന്ന MPയുടേതായിരുന്നു. പക്ഷേ ഈ 44 എണ്ണത്തിനെയും നിഷ്കരുണം ജഗദാംബിക പാൽ തള്ളിക്കളഞ്ഞു 10-നെതിരെ. എന്നിട്ട് അദ്ദേഹം വോട്ടിനിട്ടപ്പോൾ 10-നെതിരെ 16 വോട്ടുകൾക്ക് പാസ്സായി. അപ്പോൾ ഇവർ പ്രതിപക്ഷം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 10 MPമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കാരണം JPCക്കകത്ത് പ്രശ്നമൊക്കെ ഉണ്ടാക്കി മുമ്പ് വാർത്തകൾ വന്നതാണ്. 10 MPമാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അത് കാരണം ഇത് മനഃപൂർവ്വം പ്രതിപക്ഷത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ഏകാധിപത്യപരമായിട്ട് ജഗദാംബിക പാൽ പെരുമാറി എന്നാണ് ഇതിനെക്കുറിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ MP കല്യാൺ ബാനർജി ഇതിനെക്കുറിച്ച് ആക്ഷേപിച്ചത്. അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തിന് കളങ്കമാണിത്, ഏറ്റവും മോശപ്പെട്ട ദിനമാണ്, ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ദിനമാണിത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവർക്കറിയാമല്ലോ, ഒരു ഗ്ലാസ് എടുത്തെറിഞ്ഞ് കൈകൊട്ടിച്ച ആളാണ് കല്യാൺ ബാനർജി. അതുപോലെ തന്നെ ഈ നമ്മുടെ SP-യുടെ ഒരു MP ഉണ്ട്, മുഹിബുള്ള നദ്വി. ഈ നദ്വി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കോമാളികളാക്കുന്ന, കോമാളികളാക്കി അവരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു ബില്ലാണ്, ഈ നടപടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് വഖഫ് ബോർഡിനെ ചൂഷണം ചെയ്യാനും കൊള്ളയടിക്കാനും വേണ്ടിയിട്ട് ഭരണപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബില്ലാണ്. ഇത് അംഗീകരിക്കില്ല, പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ജഗദാംബിക പാൽ ഒരു മയവും കാണിക്കാതെ, ഇതിനൊന്നും ചെവി കൊടുക്കാതെ അത് 10-നെതിരെ 16 വോട്ടുകൾക്ക് പാസ്സാക്കി അത് നേരെ പാർലമെൻറ്റിലേക്ക് വിട്ടിരിക്കുകയാണ് ഈ ബില്ല്. പിന്നെ അതിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഭരണപക്ഷം കൊണ്ടുവന്ന 14 ഭേദഗതികളെ അദ്ദേഹം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. മറ്റതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ 95-ലെ വഖഫ് ബില്ല്, വഖഫ് നിയമത്തിന് ഭേദഗതി ഉണ്ടാകാൻ പോവുകയാണ്. അത് ഈ പാർലമെൻറ്റ് സെക്ഷനിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയെ നിവൃത്തിയുള്ളൂ. അതോടൊപ്പം തന്നെ ഞാൻ മുൻ ചർച്ചകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നിയമസഭയിലെ പ്രമേയം എന്ത് ചെയ്യും? അപ്പോൾ നിയമസഭയിലെ പ്രമേയത്തിന് പണ്ടും നമുക്കറിയാമല്ലോ, അതിനൊരു കടലാസിൻ്റെ വില പോലും ഇല്ല. ഇങ്ങനെ പ്രമേയമൊക്കെ പാസ്സാക്കി അങ്ങോട്ടേക്ക് വിടാമെന്നേ ഉള്ളൂ. അങ്ങനൊരു പ്രമേയം ഉണ്ടായി, നമ്മളൊരു കത്തെഴുതി, അത്രയേ ഉള്ളൂ. അതിന് നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ പാർലമെൻ്ററി സംവിധാനങ്ങളുടെ നടപടിക്രമങ്ങൾക്ക് വിധേയമായിട്ട് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കാരണം പാർലമെൻറ്റിന് തന്നെയാണ് ഒരു നിയമനിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ കരുത്തുള്ളതും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും. ഞാൻ ആദ്യത്തെ ചോദ്യം ചെയ്യുന്നത് തന്നെ ഇങ്ങനെയായിരുന്നു, ഇത് കേരള ജനത കാത്തിരുന്നൊരു സംഭവമാണ്. കാരണം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന മുനമ്പം ജനതയ്ക്ക് കൂടി സന്തോഷം നൽകുന്നതല്ലേ ഇന്നത്തെ ദിനം? തീർച്ചയായിട്ടും മുനമ്പത്തുകാർക്ക് ആഹ്ലാദിക്കാനുള്ള എല്ലാ അവസരവും അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും ഇതിനകത്തുണ്ട്. അവരുടെ പരിദേവനങ്ങൾക്കും അവരുടെ പരാതികൾക്കും അവരുടെ ആശങ്കകൾക്കും വലിയ അളവിൽ പരിഹാരമുണ്ടാകാൻ പോവുകയാണ്. അതിലൊരു സംശയവുമില്ല. ഈ പറയുന്നത് പോലെ
ഈ 95-ലെ നിയമം വഖഫ് ആക്ട് ഭേദഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുനമ്പത്തെ ആൾക്കാർക്ക് ആശ്വസിക്കാൻ വക നൽകും. അവർ കുടിയിറക്കപ്പെടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം അത് നമ്മളെക്കാളും നന്നായിട്ട് അറിയുന്നത് മുനമ്പത്തുകാരാണ്. അതുകൊണ്ട് അവരെല്ലാവരും ഒന്നൊഴിയാതെ നമുക്കറിയാം, അവിടെ സന്ദർശിച്ച രാഷ്ട്രീയ നേതാക്കളോടെല്ലാം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവർ പറഞ്ഞത് വഖഫ് ഭേദഗതി കൊണ്ടുവന്നേ പറ്റുള്ളൂ. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഈ ഭേദഗതിയാണ് വേണ്ടത്. ആ ഭേദഗതിക്ക് അപ്പുറത്തേക്ക് ഒരു കോംപ്രമൈസിനും ഞങ്ങളില്ല. അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും അത് നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ ഭേദഗതിയാണ് ഇപ്പോൾ വേണ്ടത്. ആ ഭേദഗതി പാസ്സാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ അവരുടെ എം പി ആയ എറണാകുളത്തിൻ്റെ എം പി ഹൈബി ഈഡൻ അവിടെ ചെന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ ചെന്നിരുന്നു. ഇവരോടൊക്കെ അവരെന്താണ് പറഞ്ഞതെന്ന് നമ്മൾ കണ്ടു. അതേസമയം അവിടെ സുരേഷ് ഗോപി അവിടെ പോയിരുന്നു. സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകരണവും സുരേഷ് ഗോപിക്ക് കിട്ടിയ അഭിനന്ദനവും സുരേഷ് ഗോപിക്ക് കിട്ടിയ പിന്തുണയും അല്ല, അതോടൊപ്പം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇത് ബി.ജെ.പിക്ക് എത്രത്തോളം രാഷ്ട്രീയപരമായി ഉപകാരപ്പെടുമോ? തീർച്ചയായിട്ടും അത് കേരളത്തിൽ ബി.ജെ.പിക്ക് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ബി.ജെ.പിക്ക് ഇതിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. കാരണം ഇങ്ങനെ ഒരു വലിയ ഈ വഖഫ് ബോർഡിൻ്റെ ഈ ക്ലെയിം അവകാശവാദങ്ങൾ നാളെ ഏത് ഭൂമിയിലും അവർക്കത് ഉന്നയിക്കാം. അതുവഴി ഒരാൾ നടന്നു പോകുന്ന വഴിക്ക് അവിടെ ഒന്ന് നിസ്കരിക്കേണ്ട സമയമായി ആളവിടെ നിസ്കരിച്ചു, അയാൾക്ക് നാളെ അത് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു തരത്തിലേക്ക് ഈ ബില്ല് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അത് വലിയൊരു അപകടമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ എന്നിട്ട് അതിനെക്കുറിച്ച് കേസ് കൊടുക്കാൻ നമുക്ക് അവരുടെ അടുക്കൽ തന്നെ അതിൻ്റെ ഒരു ട്രൈബ്യൂണലിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. നേരിട്ട് കീഴ്ക്കോടതികളിലൊന്നും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഇത്തരം ഡിസ്പ്യൂട്ടുകൾ നമുക്കറിയാമല്ലോ, റവന്യൂ ഡിസ്പ്യൂട്ടുകൾ, ഭൂമി സംബന്ധിച്ച ഡിസ്പ്യൂട്ടുകൾ, ഇതിലൊക്കെ കളക്ടർക്കൊരു വലിയ റോളുണ്ട്. സാധാരണ നമ്മൾ വരുമ്പോൾ കളക്ടറുടെ അടുക്കലാണ് നമ്മൾ പരാതിയുമായിട്ട് ചെല്ലുന്നത്. കളക്ടർ അതിനകത്ത് ഇടപെടും, അതിനകത്ത് കമ്മീഷനെ നിയോഗിക്കും, അന്വേഷണം നടത്തും, അല്ലേ? കോടതിയാണെങ്കിൽ ഒരു കമ്മീഷനെ വെച്ചാണ് അന്വേഷിക്കുന്നത്. ഇതങ്ങനെ ഒന്നും സാധിക്കില്ല ഈ വഖഫിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചു. കോടതി എന്താ ചോദിച്ചത്? നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾക്ക് എന്ത് അധികാരം ഈ കമ്മീഷനെ നിയോഗിക്കാൻ? നിങ്ങളാരാ ഈ കമ്മീഷനെ നിയോഗിക്കാൻ എന്നാണ് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത്. അപ്പോൾ നിയമത്തിൻ്റെ മാർഗത്തിൽ കൂടെ തന്നെ നമ്മൾ പോകണം. അവിടെ മറ്റൊരു വഴിയുമില്ല. ഈ പറയുന്നത് പോലെ ഈ ഭേദഗതി കൊണ്ടുവരാതെ, വഖഫ് ആക്റ്റിൽ ഭേദഗതി കൊണ്ടുവരാതെ ഒരു നിവൃത്തിയുമില്ല. കാരണം പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്റ്റാണ്. പാർലമെൻറ്റിനേക്കാളും മുകളിലാണോ നിയമസഭ? കേരളം എന്താ വിചാരിച്ചിരിക്കുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഈ 140 MLA-മാരും എന്താ ഇതിനെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത്? അവരുടെ താഴെ അവരുടെ കീഴുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവർക്ക് സേവനം ചെയ്യുന്ന ആൾക്കാരോ ആണോ ഇന്ത്യൻ പാർലമെൻറ്റ്? അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ മുമ്പ് പാസ്സാക്കിയ ഒരു നിയമം ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ അതിൻ്റെ ഭേദഗതി കൊണ്ടുവരണം. അല്ലാതെ അത് താഴെത്തട്ടിൽ ഒരു നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കിയാലൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ നീക്കം നടത്തിയാലൊന്നും വരുമ്പോൾ എന്തായാലും കേരളത്തിൽ നിന്നുള്ള എംപിമാർ പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ബലം എങ്ങനെയായിരിക്കും കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുക? കേരള രാഷ്ട്രീയത്തിൽ സ്വാധീനിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമോ എന്ന് ശ്രീജിത്ത് ചോദിച്ചതിൽ തന്നെ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ ഈ പറയുന്ന ഇപ്പോൾ നമുക്കറിയാം, ഫ്രാൻസിസ് ജോർജ് MP ആദ്യം എന്താ പറഞ്ഞത്? ഞാൻ ഈ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത് വിഴുങ്ങി. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം ഒരു മുന്നണിയിലാണ്, ഒരു പാർട്ടിയിലാണ്, ആ പാർട്ടി ഒരു മുന്നണിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മുന്നണിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നു. കേരളത്തിലെ രാഷ്ട്രീയം അങ്ങനെയാണ്. കേരളത്തിലൊരു പ്രത്യേക തരത്തിൽ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, ഇവിടുത്തെ ജനസംഖ്യാനുപാതികമായി മതവിഭാഗങ്ങളുടെ ജനസംഖ്യ എടുത്ത് നോക്കുമ്പോൾ അതൊരു വലിയ വോട്ട് ബാങ്കായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ആ രീതിയിലുള്ളൊരു മേൽക്കൈയുണ്ട്. മുസ്ലിം ജനവിഭാഗത്തിന് തീർച്ചയായിട്ടും ഒരു മേൽക്കൈയുണ്ട്. അവരെ പ്രീതിപ്പെടുത്താത്ത, അവരെ സന്തോഷിപ്പിക്കാത്ത ഒരു നടപടിയും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യില്ല. അവരെ തൃപ്തിപ്പെടുത്തി, അവരെ പ്രീതിപ്പെടുത്തി, അവരെ സന്തോഷപ്പെടുത്തി മാത്രമേ ഇവർ മുന്നോട്ട് പോവുകയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസിസ് ജോർജിന് പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നു. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് വിരുദ്ധമായിട്ട് ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും, ഒരു കൂട്ടായ്മയുണ്ടാവും. അത് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റ് വിഭാഗങ്ങളുടെയൊക്കെ ഉണ്ടാവും. ഇത് നമ്മളൊന്ന് ആലോചിക്കണം. കേരളത്തിൽ 42,000-ഓളം കേസുകൾ വഖഫ് ബോർഡുമായിട്ട് ഉണ്ട്. അതിൽ 40,000 കേസുകളും മുസ്ലിങ്ങളുടേതാണ്, അല്ലാതെ അത് ഹിന്ദുക്കളുടേതോ ക്രിസ്ത്യാനികളുടേതോ അല്ല. നമ്മളൊരു മുനമ്പത്തെ വിഷയം നമ്മുടെ മുന്നിലുണ്ട്, അതുപോലത്തെ വേറെ മറ്റു പല കേസുകളുമുണ്ട്. പക്ഷേ ഈ 40,000-ഓളം കേസുകളും മുസ്ലിങ്ങളുമായിട്ടാണ് നടക്കുന്നത്. അവർക്ക് പോലും ഇതൊരു അനുഗ്രഹമാണ്.
ഈ ഭേദഗതി, ഈ വഖഫ് ഭേദഗതി, കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഭേദഗതി, ആ 95-ലെ നിയമത്തിൽ കൊണ്ടുവരുന്ന ഭേദഗതി അവർക്ക് പോലും ഒരു അനുഗ്രഹമാണ്. ഇതൊന്നും തിരിച്ചറിയാതെയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഈ പറാട്ട് നാടകം നടത്തുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ 31-ാം തീയതി പാർലമെൻറ്റ് സെഷൻ തുടങ്ങുകയല്ലേ. ബജറ്റിന് മുമ്പ് തന്നെ ഈ ബില്ല് അവതരിപ്പിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്താ സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അതിനെ ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള ഭൂരിപക്ഷം ലോക്സഭയിലും രാജ്യസഭയിലും BJPക്കുണ്ട്. അത് BJP NDA മുന്നണി അത് ഭംഗിയായിട്ട് ചെയ്യും. നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം.